വാഷിംഗ്ടണിലുണ്ടായ വിമാനാപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അപകട കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ യുഎസിലുണ്ടായ ഏറ്റവും മാരകമായ വിമാനാപകടമാണിത്. വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ വിവരങ്ങളാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടത്. ദുരന്തം അട്ടിമറിയാണോ എന്ന സംശയം ഉയരുന്നതിനിടെയാണ് FAAയുടെ റിപ്പോർട്ട് വരുന്നത്. പൈലറ്റ്സിനെ നിയന്ത്രിക്കുന്നത് എയർപോർട്ട് കൺട്രോൾ ടവറാണ്. അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാ വിമാനവും യുഎസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപം കൂട്ടിയിടിക്കുമ്പോൾ എയർപോർട്ട് കൺട്രോൾ ടവറിൽ സ്റ്റാഫുകൾ വളരെ കുറവായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. കൂട്ടിയിടിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനവും ഹെലികോപ്റ്ററും തകർന്ന് തണുത്തുറഞ്ഞ പോട്ടോമാക് നദിയിൽ പതിച്ചെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എയർ ട്രാഫിക്കിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള ജീവനക്കാർ അപകടം നടന്ന രാത്രിയിൽ റീഗൻ നാഷണൽ എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. അപകടം നടന്ന ദിവസം വിമാനത്താവളത്തിനടുത്തുള്ള ഹെലികോപ്റ്ററുകളെ നിയന്ത്രിച്ചതും വിമാനങ്ങളുടെ ലാൻഡിംഗും പുറപ്പെടലും നിയന്ത്രിച്ചതും ഒരൊറ്റ എയർ ട്രാഫിക് കൺട്രോളറായിരുന്നു. സാധാരണയായി പിശകുകൾ ഒഴിവാക്കുന്നതിന് 2 വ്യത്യസ്ത കൺട്രോളറുകളാണ് ഈ ജോലികൾ കൈകാര്യം ചെയ്യുന്നത്. ഈ കൺട്രോളർക്ക് സംഭവിച്ച പിഴവാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. വാഷിംഗ്ടൺ ഡിസിയിലെ 3 വിമാനത്താവളങ്ങളിലൊന്നായ റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ട് വർഷങ്ങളായി എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് മൂലം ബുദ്ധിമുട്ടുകയാണ്. FAAയും കൺട്രോളേഴ്സ് യൂണിയനും ഏകദേശം 30 കൺട്രോളർമാരെങ്കിലും വേണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. 2023 സെപ്റ്റംബർ വരെ വിമാനത്താവളത്തിൽ 19 പരിശീലനം ലഭിച്ച കൺട്രോളർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ജീവനക്കാരുടെ വിരമിക്കൽ, ബജറ്റ് പരിമിതികൾ എന്നിവ സ്ഥിതി കൂടുതൽ വഷളാക്കി. പല കൺട്രോളർമാരും ആഴ്ചയിൽ 6 ദിവസം 10 മണിക്കൂർ ഷിഫ്റ്റിൽ വരെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. എയർ ട്രാഫിക് കൺട്രോൾ ലോകത്തിലെ ഏറ്റവും സമ്മർദ്ദമുള്ള ജോലികളിലൊന്നാണ്. കൂടാതെ ഹെലികോപ്റ്ററിൽ നിന്നും വിമാനത്തിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ ആശയവിനിമയം നടത്താൻ കൺട്രോളർമാർ വ്യത്യസ്ത റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നതിനാൽ വർദ്ധിച്ച ജോലിഭാരവും ഇവർക്കുണ്ട്. ഇത് ജോലിയെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. അതായത് 2 സെറ്റ് പൈലറ്റുമാരും പരസ്പരം നിർദ്ദേശങ്ങൾ കേൾക്കാതിരുന്നാൽ തിരക്കേറിയ വ്യോമാതിർത്തിയിൽ ആശയവിനിമയത്തിൽ പിഴവ് വരാനുള്ള സാധ്യത കൂടുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിലുണ്ടായ വിമാനാപകടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2002ൽ ആകെ 39 വ്യോമയാന അപകടങ്ങളാണ് ഉണ്ടായത്. 1982 മുതൽ 2019 വരെ ആകെ 83,374 വ്യോമയാന അപകടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. അപകടങ്ങളിൽ 47,719 പേർക്ക് മാരകമായ പരിക്കുകളും 17,862 പേർക്ക് ഗുരുതര പരിക്കുകളും 28,607 പേർക്ക് സാരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടതിൽ ഭൂരിഭാഗവും പൊതു വ്യോമയാന വിമാനങ്ങളാണ്. ഇത് എല്ലാ അപകടങ്ങളുടെയും ഏകദേശം 78% വരും. കൂടാതെ എല്ലാ അപകടങ്ങളുടെയും പകുതിയോളം സംഭവിക്കുന്നത് ലാൻഡിംഗ് അല്ലെങ്കിൽ ടേക്ക് ഓഫിനിടയിലാണ്.